أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 66, 67 എന്നീ ആയത്തുകളാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ശബ്ബത്ത് ദിവസം, അതായത് ശനിയാഴ്ചയെ സംബന്ധിച്ച കാര്യത്തിൽ നിങ്ങളിൽ അതിക്രമം പ്രവർത്തിച്ചവരെ പറ്റി നിങ്ങൾക്ക് നല്ല പോലെ അറിവുള്ളതാണല്ലോ. അന്നേരം നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുവിൻ എന്നു നാം അവരോട് പറഞ്ഞു. അങ്ങനെ നാം ആ സംഭവം അന്നുള്ളവർക്കും പിൽക്കാലത്തുള്ളവർക്കും ഒരു പാഠവും ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഒരു സതുപദേശവുമാക്കി. കഴിഞ്ഞ ദർസിൽ ശബ്ബത്തിൻ്റെ ദിവസത്തെ പറ്റിയും അതുപോലെ ശനിയാഴ്ച ദിവസമാണ് യഹൂദികൾ ശബ്ബത്ത് ദിനമായി ആചരിക്കുന്നത് എന്ന കാര്യവും പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി വിശദീകരണത്തിൽ സയ്യിദന മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമും ശബ്ബത്തിനായി ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വെള്ളിയാഴ്ചയാണ്. ഇസ്ലാമിൽ ജുമാ ദിവസമാണ് അവധി ദിവസമായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ ദിവസം ധാരാളമായി ആരാധനകൾ ചെയ്യാനും അതുപോലെ കുളിച്ച് വൃത്തിയാകാനും ശുദ്ധിയാകാനും അതേപോലെ രോഗികളെയും മറ്റും സന്ദർശിക്കുവാനും അതുപോലെ മറ്റ് സാമൂഹിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുവാനുമുള്ള ദിവസമായിട്ടാണ് പറയുന്നത്. എന്നാൽ ജുമാ ദിവസം ജുമായ്ക്ക് ശേഷം ആളുകൾക്ക് അവരുടെ ജോലികളിൽ വ്യാപൃതനാകാൻ കഴിയുന്നതാണ്. എന്നാൽ ഖുർആനിൽ പറയുന്നു, ജുമായ്ക്ക് ശേഷവും ഏറ്റവും ഉചിതം അവർ ദൈവസ്മരണയിൽ മുഴുകുന്നതിനാണ്. മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച എന്ന ദിവസം ഏതെങ്കിലും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റോ നിശ്ചയിച്ചതല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ശബ്ബത്ത് ദിനമായി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് മേൽ ഉണ്ടാകുന്ന പോലുള്ള വിമർശനങ്ങൾ മുസ്ലിങ്ങൾക്ക് മേലിൽ ഉണ്ടാകുന്നുമില്ല. ഹുസൂർ പറയുന്നു, യഥാർത്ഥത്തിൽ യഹൂദരുടെ ശബ്ബത്തിൻ്റെ അനാദരവിൻ്റെ ശിക്ഷയിൽ മുസ്ലിങ്ങൾക്കൊരു പാഠമുണ്ട്. അതായത് മുസ്ലിങ്ങളും ജുമാ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ഹുസൂർ പറയുകയുണ്ടായി, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ ജമാഅത്തിൻ്റെയും പരിശ്രമത്തിൻ്റെ ഫലമായി ഗവൺമെൻറ് ജുമാ ദിവസം ജുമാ നമസ്കാരത്തിനായി 1 മണിക്കൂറത്തേക്ക് അവധി തന്നിരുന്നു. എന്നാൽ വിഷമകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ അതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിന് പകരം മുസ്ലിങ്ങൾ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ ആയത്തിൽ ശബ്ബത്ത് ദിവസത്തെ സംബന്ധിച്ച് യഹൂദികൾ അതിക്രമം പ്രവർത്തിച്ചതായും പറയുന്നു. അത് എന്ത് അതിക്രമമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിൽ 164-ാമത്തെ ആയത്തിൽ പറയുന്നു, അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്തെ സംബന്ധിച്ച് ശബ്ബത്തിൻ്റെ നാളിൽ അവർ അതിക്രമം പ്രവർത്തിച്ചപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി നീ അവരോട് ചോദിക്കുക. അവരുടെ മത്സ്യങ്ങൾ ശബ്ബത്തിൻ്റെ നാളിൽ കൂട്ടത്തോടെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുകയും ശബ്ബത്ത് അല്ലാത്ത നാളുകളിൽ മത്സ്യം അവരുടെ അടുക്കൽ വരാതിരിക്കുകയും ചെയ്തപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി അവർ ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാരണത്താൽ നാം അവരെ ഇപ്രകാരം പരീക്ഷിക്കുകയായിരുന്നു. ഹുസൂർ പറയുന്നു, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് യഹൂദന്മാർ വ്യാപാരപരമായ പ്രയോജനങ്ങൾ മനസ്സിൽ വെച്ച് ശബ്ബത്ത് ദിവസം മീനുകൾ പിടിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ ഈ ആയത്തിൽ പറയുന്നത് ശബ്ബത്ത് ദിവസം മീനുകൾ കൂടുതലായി തീരത്ത് വരാറുണ്ടായിരുന്നു എന്നുമാണ്. ചില മുഫസ്സിരീങ്ങൾ ഇതൊരു അസാധാരണ സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊരു അസാധാരണ സംഭവമല്ല. അതിന് കാരണം ചില ആളുകൾ പുണ്യ ദിവസങ്ങളിൽ അവരുടെ മൃഗങ്ങൾക്കും മറ്റും എന്തെങ്കിലും ഭക്ഷണം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെക്കുറിച്ചും മൃഗങ്ങൾക്ക് നന്നായി അറിവുള്ളതാണ്.
അതുകൊണ്ട് മൃഗങ്ങൾ ആ സമയത്ത് അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതുപോലെ ശബ്ബത്തിൻ്റെ ദിവസവും പരിശുദ്ധരായിട്ടുള്ള ആളുകൾ സദക്ക എന്ന രീതിയിൽ ആട്ടയും മറ്റും തീരങ്ങളിൽ ഇടാറുണ്ടായിരുന്നു. ആ ദിവസം മീനുകൾ പ്രത്യേക താല്പര്യത്തോടെ അവിടെ വരികയും ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മറ്റുള്ള വിശ്വാസികളല്ലാത്ത ആളുകൾ ഇത് കാണുകയും അവർ ശബ്ബത്ത് ദിവസം മീൻ പിടിക്കാൻ തുടങ്ങുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഖിറദത്തൻ ഹാസിഈൻ എന്നതിൻ്റെ വിശദീകരണത്തിൽ ഹുസൂർ പറയുന്നു, ചില മുഫസ്സിരീങ്ങൾ ഖിറദത്തൻ എന്നതിൻ്റെ വിശദീകരണത്തിൽ തെറ്റ് സംഭവിച്ചതായി കാണുന്നുണ്ട്. ശബ്ബത്തിൻ്റെ കൽപ്പന ലംഘിച്ചതിനാൽ യഹൂദന്മാർ കുരങ്ങന്മാരായി തീരുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണ്. ഇതൊരു ഉപമ എന്ന രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ സംഭവം ഇവിടെ കൂടാതെ മറ്റു 2 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത് അവർ യഥാർത്ഥത്തിൽ കുരങ്ങന്മാരാകുന്നില്ല, മറിച്ച് ഒരു ഉപമ എന്ന രീതിയിലാണ് ഈ ഭാഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അതിനുശേഷം ഹുസൂർ യഹൂദരുടെ ഉള്ളിൽ ഉണ്ടായ 3 കുരങ്ങന്മാരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഒന്നാമതായി, അവർ നിന്ദ്യരായി തീർന്നു. ഏതുപോലെ എന്നാൽ കുരങ്ങുകളെ ആളുകൾ പിടിച്ച് നൃത്തം ചെയ്യിക്കുന്നത് പോലെ, ഉടമസ്ഥർ പറയുന്നത് പോലെ അവർ ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ അവരുടെ മേലും അത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. ആ ഭരണകൂടങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യഹൂദരെ കൊണ്ട് അവരുടെ പ്രവർത്തികൾ ചെയ്യിക്കുന്നതാണ്. ആ ഭരണത്തിൽ അവർക്ക് യാതൊരു പങ്കുമുണ്ടാകുന്നതുമല്ല. രണ്ടാമതായി ഹുസൂർ പറഞ്ഞത് കുരങ്ങന്മാരുടെ സ്വഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, കുരങ്ങന്മാരുടെ ഒരു സ്വഭാവമാണ് അവരെന്തും അനുകരിക്കുമെന്നുള്ളത്. എന്താണോ കാണുന്നത് അത് അതേപടി അനുകരിക്കുക എന്നതാണ് അവരുടെ സ്വഭാവം. ബനി ഇസ്രായേലിലെ ഒരു വിഭാഗത്തിൻ്റെ മനസ്സുകളിൽ ദൈവഭയമില്ലാതെയായി. അവരുടെ എല്ലാ പ്രവൃത്തികളും വെറും അനുകരണമായി മാറി. അവരുടെ പ്രവൃത്തികളിൽ ഒരു യാഥാർത്ഥ്യവുമില്ലാതെയായി. അതായത് അവർ വെറും തോലിനെ മുറുകെ പിടിക്കുകയും കാതലിനെ തികച്ചും വിട്ടുകളയുകയുമാണ് ചെയ്തത്. ഏതുവരെ എന്നാൽ ചിലപ്പോൾ അവർ മുസ്ലിങ്ങളുടെ അടുത്ത് വന്നു മുസ്ലിങ്ങളായും തങ്ങളുടെ മതക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ മതക്കാരുമായി മാറുന്ന രീതിയിൽ വരെ എത്തി. യഹൂദികളിലുണ്ടായ കുരങ്ങുകളുടെ 3ാമത്തെ സ്വഭാവമായി ഹുസൂർ പറയുന്നു, കുരങ്ങുകളിൽ ലൗകികാസക്തി അധികമായി കാണപ്പെടുന്നു. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഫുലാനുൻ അസ്ന മിൻ കിറദിൻ, അതായത് ആ വ്യക്തി കുരങ്ങിനേക്കാൾ വ്യഭിചാരിയാണ്. യഹൂദരിലും ദുർവൃത്തി അതിര് കടന്നിരിക്കുകയാണ്. ഹുസൂർ പറയുന്നു, ലോകത്തെവിടെ നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം തന്നെ ജൂതരായിട്ടുള്ള വേശ്യ സ്ത്രീകളെ കാണാൻ കഴിയുന്നതാണ്. ഈ രീതിയിലാണ് അള്ളാഹു അവരെ നിന്ദ്യരായ കുരങ്ങുകളാക്കിയതും. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.